ഒരു വർഷത്തോളമായിട്ട് എൻ്റെ കയ്യിലുള്ള ചെടികൾ കൂടുതലും ബോഗൻവില്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന മാക്സിമം ബോഗൻവില്ലാസ് ഞാൻ കളക്ട് ചെയ്യാറുണ്ട്. എവിടെ പോയാലും ബോഗൻവില്ലയുടെ കമ്പ് കാണുവാണെങ്കിൽ ഞാൻ ഓരോന്ന് ഒടിച്ചെടുക്കാറുണ്ട്. ചിലപ്പോൾ അത് ബാഗിലേക്കൊക്കെ ആയിരിക്കും കുത്തിക്കയറ്റി വെക്കുന്നത്. പക്ഷെ അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കിളിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ കിളുത്ത് വരുന്ന കുറേ ബോഗൻവില്ല ഉണ്ട്. ഇതൊക്കെ ഏത് കളറാന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇങ്ങനെ ഓരോ പോകുന്ന വഴിക്ക് ഇങ്ങനെയൊക്കെ പറിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മൾ ഓർത്തിരിക്കില്ല. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബോഗൻവില്ലയാണ് ഈ വൈറ്റ് ബോഗൻവില്ല. ദിവസവും ഇതിൽ നിറയെ പൂക്കളുണ്ട്. സീസൺ തീർന്നിട്ട് ഇതൊക്കെ കണ്ടില്ലേ, ഒരു പൂവുള്ള ചട്ടിയിൽ പിന്നെ ഞാൻ ബോഗൻവില്ലയൊക്കെ കുത്തിവെച്ചിട്ടുണ്ട്. ഈ ചെടിയുടെ പേര് എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഞാൻ പിന്നെ എളുപ്പപ്പണിക്ക് ഈ കിണറിന് ചുറ്റും എൻ്റെ ബോഗൻവില്ലയുടെ കളക്ഷൻസ് എല്ലാം കൂടെ അങ്ങോട്ട് എടുത്തു വെച്ചു. ഇതിന് പുറമെ എനിക്ക് കൂടുതൽ വേറെയും ഉണ്ട്, വേറെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെടി 3 ചാക്കിലാക്കി ഞാൻ വെച്ചേക്കുവാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നതാണ്. ഞാനൊന്ന് വെട്ടി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പം അങ്ങനെ ഉണ്ടാകുന്നില്ല. ഇത് എൻ്റെ ഒരു ശോഷിച്ച അടീനിയമാണ്. പിന്നെ കുറേ ഇലച്ചെടികൾ എനിക്കുണ്ട്. അത്യാവശ്യം കുറേ ഇലച്ചെടികൾ എൻ്റെ കയ്യിലുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ആക്കണം. ഇത് എൻ്റെ കയ്യിലുള്ള ഒരു ടേബിൾ റോസിന്റെ വെറൈറ്റി ആണ്. ഇതിന്റെ പല കളറ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ ഒരു അടീനിയം കണ്ടോ, ഇത് സത്യം പറഞ്ഞ ഒരു 1.5-2 വർഷത്തോളമായി എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഇത് പൂ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ളതാണ് ഈ ഒരു ചൈന ഡോള്. ഇതൊരു കമ്പ് കുത്തിവെച്ച് ഞാൻ കിളിപ്പിച്ചതാണ്. ഇനിയും കാണിക്കുന്ന ചെടി നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയോ, ഏറ്റവും കൂടുതൽ കെയർ വേണ്ട ഒരു ചെടിയാണ് ഇത്. ആ കാണിച്ച ചെടിയിൽ വെള്ളം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും അത് ചീഞ്ഞു പോവുക. നെക്സ്റ്റ് ഒരു ബോഗൻവില്ലയാണ്. ഏത് കളറാണോ എന്തോ. ഈ ഒരു റോസ ഒരു അടിപൊളിയാണ്. ദിവസവും ഇതിൽ പൂവുണ്ടാകും. 3-4 വെച്ചൊക്കെ ഉണ്ടാവും. നേരത്തെ കാണിച്ച ചെടിയുടെ ഒരു വെറൈറ്റിയാണ് ഇത്. ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ബാക്കി നശിഞ്ഞു പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കൂടുതൽ ഈ ഇലച്ചെടികളാണ് ഇഷ്ടം. അതുകൊണ്ട് ഇലച്ചെടികൾ അത്യാവശ്യമുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഇലച്ചെടിയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇടയ്ക്ക് ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട്. ഞാനിങ്ങനെ ആർച്ച് ഉണ്ടാക്കി വെച്ചത് 2 ടൈപ്പ് ചെടിക്ക് പടർന്നു കയറാൻ വേണ്ടിയിട്ടാണ്. 2 സൈഡിലും 2 ടൈപ്പ് ചെടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിൽ ഒരു ചെടിയിൽ കംപ്ലീറ്റ്ലി പൂവായിട്ടുണ്ട്. ഇനി മിക്കവാറും അത് മാത്രമേ ഇപ്പുറത്ത് വരെ വളർന്നിറങ്ങും. ഇത് എൻ്റെ കയ്യിലുള്ളൊരു വേറെ കോമൺ ബോഗൻവില്ലയാണ്. ഈ ചെടി എൻ്റെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാകുമായിരിക്കും എൻ്റെ ഫേവറേറ്റ് ചെടിയാണ്. ബോഗൻവില്ല പോലെ തന്നെ ഇവിടെ കുറേ ഉള്ളൊരു ചെടിയും കൂടിയാണ് ഈ റോസ. അടുത്തൊരു ബോഗൻവില്ല കണ്ടില്ലേ, ഇതൊക്കെ ഏത് കളറാണോ എന്തോ. വേറൊരു ടൈപ്പ് റോസയാണ് ഇത്. ഇതിലും ഡെയിലി പൂക്കൾ ഉണ്ടാകാറുണ്ട്. ഇടയ്ക്ക് കുറച്ച് സവാളയുടെ തൊലിയൊക്കെ ഇട്ടാൽ മതി. എൻ്റെ ടേബിൾ റോസിന്റെ ബാക്കി വെറൈറ്റീസ് ഇതാ ഈ ഒരു ബക്കറ്റിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ ഹെൽത്തി ആയിട്ടുള്ള കുറേ അലോവേറാസ് ഉണ്ട്. അതിനൊരു ക്ഷാമവും ഇല്ല. എൻ്റെ അമ്മ കൊണ്ടുവച്ചതാണ് ഈ ഒരു കനകാംബരം. ഇതിലും ഡെയിലി പൂക്കൾ ഉണ്ടാകാറുണ്ട്. കനകാംബരം, ചെമ്പരത്തി, ഇതൊക്കെ അമ്മയുടെ ഏരിയ ആണ്. ഇതൊക്കെ അമ്മ കൊണ്ടുവെക്കുന്നതാണ്. നടക്കാൻ പോയപ്പോഴെന്തോ കൊണ്ടുവച്ചൊരു ചെടിയാണ് ഇത്. ഇതിലൊരു നല്ല മഞ്ഞപ്പൂവുണ്ട്. അത് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ കൊണ്ടുവച്ചതാണ്. ഇത് കിളുക്ക് ഏലാന്നും പറഞ്ഞു കൊണ്ടുവച്ചൊരു ചെടിയാണ് ഈ ഒരു നന്ദ്യാർവട്ടം. ഡെയിലി പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 2-3 വർഷത്തോളമായി. ഇത് ജമന്തിയാണോ തൊങ്ങിനിയാണോ എന്ന് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. എന്തായാലും ഒരു മഞ്ഞപ്പൂ. നമ്മുടെ കയ്യിലുള്ള അടുത്തൊരു വെറൈറ്റിയാണ് റോസയാണ് ഇത്. ഇതിലും ഡെയിലി പൂക്കൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഉള്ളത് പനിനീർ റോസയാണ്. ഇതിപ്പോൾ വാടിപ്പോയ പൂവാണ്. അതുകൊണ്ട് വേറെ ഒന്നും കാണിക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല. മഴയൊക്കെ തുടങ്ങിയോണ്ടാണോ എന്നറിയത്തില്ല, നമ്മുടെ ഇവിടുത്തെ ചെത്തി നിറയെ പൂക്കളായിട്ട് നിൽക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു ചെമ്പരത്തി അമ്മ ആറ്റുനോട്ട് വെച്ചതാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചെമ്പരത്തി കൂടിയാണ്. പിന്നെയും ഡെയിലി പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടി കൂടിയാണ് ഇത്. ഇതിൽ പിങ്ക് പൂക്കളാണ് നിറച്ചും. ഇതിന്റെ തന്നെ ഒരു മഞ്ഞ വേറെ ഉണ്ട്. പിന്നെ അമ്മയുടെ കയ്യിലുള്ള ഒരു വെറൈറ്റി ചെമ്പരത്തി ഇതാണ്. ഇത് മൊട്ട് വിരിഞ്ഞു വരുന്നതേ ഉള്ള മഞ്ഞ ചെമ്പരത്തി, നല്ല ഭംഗിയാണ്. നമ്മുടെ കയ്യിലുള്ള ഒരു മുല്ലയുടെ വേറൊരു വെറൈറ്റി ആണ് ഇത്. ഇതിന് മണം അങ്ങനൊന്നും ഇല്ല, പക്ഷെ നല്ല ഭംഗിയാണ് പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. ഈ ഒരു ചെടി നിറയെ പൂക്കളുണ്ടായാൽ നല്ല ഭംഗിയാണ് കാണാൻ. വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളൊരു ചെത്തിയാണ് ഇത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കുഞ്ഞുനാൾ മുതലേ ഇവിടെ ഉള്ളൊരു ചെത്തിയാണ്. ഇത് പോകാതെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ചെത്തിയും കൂടെയാണ് കളയാണ്ട്. അടുത്തൊരു റോസയാണ് ഇത്. സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനൊന്നും അല്ല, എനിക്ക് തോന്നുന്നു പുഴു കയറി ഇങ്ങനെ ആയതാന്ന് തോന്നുന്നു. നേരത്തെ കാണിച്ച ആ ഒരു പിങ്ക് പൂവില്ലേ, നിറയെ പൂക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വെറൈറ്റിയാണ് ദാ ഈ കാണുന്ന ഒരു മഞ്ഞപ്പൂ. ഇതിന്റെ ഇടയ്ക്കൊക്കെ പിങ്ക് പൂ ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു സ്ഥലത്തിന് നടുക്കും നിറയെ കറ്റാർവാഴ നിൽപ്പുണ്ട്. നല്ല ഭംഗിക്കാണ് കേട്ടോ നിൽക്കുന്നത്. അമ്മ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ വന്ന് ചെടിയെല്ലാം നനച്ചു കൊടുക്കുകയാണ്. എന്തിനാണോ എന്താ ഈ നട്ടുച്ചയ്ക്കൊക്കെ നനയ്ക്കുന്നത്. അമ്മ നനയ്ക്കുന്ന കണ്ടപ്പോൾ ഞാൻ അമ്മ ഗൈഡ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നനയ്ക്ക്, ഇങ്ങനെ നനയ്ക്ക്, അവിടെ ഒഴിക്ക്, ഇവിടെ ഒഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് വള്ളി റോസയാണ്. നമ്മുടെ വെള്ള കളറിലുള്ള. ഇതിൽ ദിവസവും പൂക്കളുണ്ടാവും. നല്ല ഭംഗിയാണ്, നല്ല മണമാണ്. പക്ഷെ ഇതിന് മുള്ളുകൊണ്ടാ നമ്മുടെ ദേഹത്തൊക്കെ അരിമ്പാറയൊക്കെ വരും കേട്ടോ. അതൊന്ന് വരാതെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഒരു സെറ്റ് ചെടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. 3-4 വർഷം മുമ്പേ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ ഞാൻ കൊണ്ട് വെച്ചതാണ്. പിന്നുള്ളൊരു ചെമ്പരത്തിയുടെ വെറൈറ്റിയാണ് ഈ ഒരു റെഡ്. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ അച്ഛൻ്റെ ഒക്കെ ഒരു കുടുംബത്താണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കുഞ്ഞുനാളിലെ തൊട്ട് ഇവിടെ ഉള്ളൊരു ചെമ്പരത്തിയാണ്. ആ ഒരു ചുമല, ഈ ഒരു പിങ്ക് എന്നൊക്കെ പറയുന്നത്. ഇത്ര വർഷമായിട്ടും ഇതിനൊന്നും ഒരു കേടും ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇന്ത്യയിലുള്ള ഇലച്ചെടികളാണ് ഇതെല്ലാം
ഇനി ഒന്ന് സെറ്റാക്കണം. ഞാൻ എല്ലാ വീഡിയോസിലും പറയും എൻ്റെ ഗാർഡനൊക്കെ ഇനി ഒന്ന് സെറ്റാക്കണമെന്ന്. പക്ഷേ എൻ്റെ സമയം ഒന്നും ശരിയാവാത്തത് കൊണ്ട് എനിക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒന്നും അങ്ങനെ നടക്കാറില്ല. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഒരു ദിവസം എന്തായാലും ഒരു 3-4 ആഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ എൻ്റെ കംപ്ലീറ്റ് ഗാർഡനും സൂപ്പറാക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതൊക്കെ കണ്ടു എൻ്റെ ഗാർഡൻ ബ്രാൻഡ് മൂത്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓരോരോ സാധനങ്ങളാണ്. ഇതിനൊക്കെ കാണുമ്പോൾ സത്യമായിട്ട് എനിക്ക് ഡെയിലി നല്ല സങ്കടം വരാറുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ സീനിയകളാണ്. ഇതിനൊക്കെ അങ്ങനെ തന്നെയാണ് പേരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോ സ്ഥലത്തും നമ്മളിവിടെ സീനിയ എന്നാണ് പറയാറുള്ളത്. ഇതിൻ്റെ കുറേ കളർ മഞ്ഞ പിന്നെ തട്ടുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഉള്ളത് ഈ 10 മണി, നമ്മളിവിടെ 10 മണി എന്നാണ് പറയുന്നത്. കറക്റ്റ് 10 മണിയാകുമ്പോൾ നിറയെ പൂക്കളുണ്ടാവും. നേരത്തെ ഞാൻ പടർത്തി വിട്ടത് കാണിച്ചില്ല ആർച്ചിനകത്തോട്ട്, ആ ഒരു പൂക്കളാണ് ഇത്. ഇതിലിപ്പോൾ കുറേ ആയിട്ട് നിറയെ പൂക്കൾ ദിവസം ഉണ്ടാകാറുണ്ട്. നല്ല ആരോഗ്യത്തോടെ തന്നെയാണ് കേട്ടോ വളർന്നു വരുന്നതൊക്കെ. പിന്നെ അധികം ഉണ്ടായിട്ട് നമ്മൾ കാണിക്കാതിരിക്കരുതല്ലോ. നമ്മുടെ വീട്ടിലെ തുളസികൾ തന്നെ നല്ല ആരോഗ്യത്തോടെ ഇഷ്ടംപോലെ തുളസികൾ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. ഹാങ്ങിങ് വെറൈറ്റി എൻ്റെ ഇപ്പോൾ ഭയങ്കര കുറവാണ്. ആകെ ഇപ്പം 2-3 എണ്ണേ ഉള്ളൂ. പക്ഷെ ഒരു കാലത്ത് ഞാനും ഒരു പറഞ്ഞ പട്ടമായിരുന്നു. ഒരു സമയത്ത് എൻ്റെ ഇല്ലാത്ത ഹാങ്ങിങ്സിന് വെറൈറ്റീസേ ഇല്ലായിരുന്നു. അപ്പം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു 2-3 സാധനങ്ങളൊക്കെ ഉള്ളൂ. ഒരു വെറൈറ്റി രീതിയിലാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ചെടി വെക്കുന്ന സിസ്റ്റം ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നിറയെ കാടായതുകൊണ്ട് ഒന്നും അങ്ങനെ മനസ്സിലാവത്തില്ല. ഇതിൻ്റെ ഒരു സ്ക്വയർ കണക്കത്തെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ നടുക്കൊരു കറക്കുന്ന സാധനമുണ്ട്. അത് കറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമെന്ന് മനസ്സിലാവത്തില്ല. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അവിടെ ഒരു പൈപ്പുണ്ട്, അതിൽ കൂടി ഇങ്ങനെ നല്ല രസത്തിൽ വെള്ളമൊക്കെ ചെയ്യുന്നത് നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.